ഷാലോം ടിവിയുടെ വചനം തിരുവചനം ശുശ്രൂഷയിലേക്ക് സ്വാഗതം. നമ്മളുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ സജീവമായ സാന്നിധ്യവും അവിടുത്തെ നിർദ്ദേശങ്ങളും നമുക്ക് അനുഭവപ്പെടുക സാധ്യമാണ്. ക്രിസ്ത്യാനികളുടെ പ്രധാനപ്പെട്ട മാർഗനിർദ്ദേശം, ജീവിതത്തെക്കുറിച്ചും ദൈവത്തെക്കുറിച്ചുമുള്ള മാർഗനിർദ്ദേശം നമ്മൾ സ്വീകരിക്കുന്നത് വിശുദ്ധ ഗ്രന്ഥത്തിൽ നിന്നും സഭയുടെ പാരമ്പര്യങ്ങളിൽ നിന്നുമാണ്. വിശുദ്ധ ഗ്രന്ഥത്തിൽ നമ്മൾ കാണുന്നത് ആദം തൊട്ട് ഇങ്ങോട്ടുള്ള എല്ലാ ദൈവ മനുഷ്യരും ദൈവത്തോടൊപ്പം ജീവിക്കുന്ന അനുഭവമുള്ളവരായിരുന്നു എന്നാണ്. നമുക്ക് കാണുവാൻ സാധിക്കുന്നു അബ്രഹാം എല്ലാ ദിവസവും അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ദൈവവുമായി സംഭാഷണം നടത്തിയിരുന്ന ആളാണ്. ഇസഹാക്ക് ദൈവവുമായി സംഭാഷണം നടത്തിയിരുന്ന ആളാണ്. യാക്കോബ് അങ്ങനെ തന്നെയാണ്. ജോസഫ് അങ്ങനെ തന്നെയാണ്. പ്രിയമുള്ളവരെ, ദാവീദ് അങ്ങനെയായിരുന്നു. പ്രവാചകന്മാരങ്ങനെയായിരുന്നു. നമ്മളുടെ മുന്നോട്ടുള്ള ചരിത്രം പരിശോധിച്ചു കഴിഞ്ഞാൽ യേശുവിൻ്റെ ശിഷ്യന്മാർ ദൈവത്തിൻ്റെ സ്വരം യേശുവിൻ്റെ കാലഘട്ടം കഴിഞ്ഞിട്ട് പരിശുദ്ധാത്മാവിൻ്റെ കാലഘട്ടത്തിൽ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞതിന് ശേഷം അവരെല്ലാവരും ദൈവസ്വരം ശ്രവിക്കുന്നവരായിരുന്നു എന്ന് നമ്മൾ കാണുകയാണ്. പത്രോസിനോട് ദൈവം പല സമയത്തും ഇടപെടുകയും സംസാരിക്കുകയും ചെയ്തിരുന്നു. പൗലോസിൻ്റെ തീരുമാനങ്ങളെ പരിശുദ്ധാത്മാവ് ഇടപെട്ട് മാറ്റുകയും നയിക്കുകയും ചെയ്തിരുന്നു. നമ്മൾ സഭയുടെ ചരിത്രം പരിശോധിക്കുമ്പോൾ സഭയിൽ കാണുന്ന എല്ലാ വിശുദ്ധരുടെയും ജീവിതത്തിൽ യേശുവും പിതാവായ ദൈവവും പരിശുദ്ധാത്മാവും മാലാഖമാരും ഒക്കെ അവരുമായി ഇടപഴകുന്നത്, പരിശുദ്ധ അമ്മ അവരോട് സംസാരിക്കുന്നത്, ഇതൊക്കെ നമ്മൾ കാണുകയാണ്. അതായത് സ്വർഗം ജീവിക്കുന്നവരുടെ സമൂഹമായി അനുഭവപ്പെടുന്നൊരു വ്യക്തിയായിട്ടാണ് ആധ്യാത്മിക വ്യക്തിത്വത്തെ ബൈബിളും സഭാചരിത്രവും വരച്ചു കാണിക്കുന്നത്. നമ്മൾ കണ്ട എല്ലാ വിശുദ്ധരുടെയും ജീവിതത്തിൽ ദൈവം അവരുമായി ഇടപഴകുന്നൊരു വ്യക്തിയായി അനുഭവപ്പെട്ടുവെങ്കിൽ സഭ എന്തിനാണ് വിശുദ്ധരെ വാഴിക്കുന്നതും അല്ലെങ്കിൽ നമുക്ക് പഠിക്കുവാനായി നൽകുന്നതും അവരുടെ ജീവിതത്തെ എന്ന് ചോദിച്ചാൽ, അവരുടെ ജീവിതത്തിൽ നടന്ന സംഭവങ്ങൾ അവരെപ്പോലെ ജീവിച്ചാൽ നമുക്കും അനുഭവിക്കുവാൻ സാധിക്കുമെന്ന സഭയുടെ ഒരു പഠനമാണ് നമുക്കതിലൂടെ ലഭിക്കുന്നത് എന്നതാണ് അർത്ഥം. ഇവരെപ്പോലെയാണ് നമ്മൾ ജീവിക്കേണ്ടത്, ഇവരെപ്പോലെയാണ് നമ്മൾ ആയിത്തീരേണ്ടത് എന്ന് സഭ നമ്മളോട് പറയുന്നു. അങ്ങനെയെങ്കിൽ ഒരു കത്തോലിക്കനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ അവകാശമാണ് ദൈവത്തോടൊപ്പമുള്ള ജീവിതവും ദൈവത്തിൻ്റെ മാർഗനിർദ്ദേശങ്ങൾ സ്വീകരിച്ചു കൊണ്ടുള്ള ഒരു ജീവിതവും. നമുക്ക് കാണാം അബ്രഹാം എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുന്നതിന് മുൻപ് അവൻ എന്താണ് ചെയ്യേണ്ടതെന്ന് ദൈവം അവനോട് പറയുകയാണ്. ഇസഹാക്ക് എന്തെങ്കിലും ഒരു തീരുമാനമെടുക്കുന്നതിന് മുമ്പ് നീ ഇങ്ങനെയാണ് ഇടപെടേണ്ടതെന്ന് ദൈവം അവനെ നയിക്കുകയാണ്. യാക്കോബിൻ്റെ കാര്യത്തിലും അങ്ങനെയാണ്. ഇത് എനിക്കും അവകാശപ്പെട്ടതാണ് എന്ന് ഞാൻ തിരിച്ചറിയുമ്പോഴാണ് ഞാൻ യഥാർത്ഥത്തിൽ ബൈബിളിനെ അല്ലെങ്കിൽ വചനത്തെ ജീവിക്കുന്ന ദൈവത്തിൻ്റെ വചനമായി അംഗീകരിക്കുന്നത്. അല്ലെങ്കിൽ ഇതൊരു കഥപുസ്തകമാണ്. നമുക്കറിയാം മാൻഡ്രേക്കോ അല്ലെങ്കിൽ നമ്മൾക്കറിയാവുന്ന സൂപ്പർമാനോ സ്പൈഡർമാനോ ഇവരൊക്കെ ഓടുകയും ചാടുകയും ചെയ്യുന്നു, പറക്കുന്നു, ആടുന്നു. ഇതൊക്കെ നമ്മൾ കാണുമ്പോൾ, വലിയ കെട്ടിടത്തെ ഇടിച്ചു പൊളിക്കുന്നു, ഇതൊക്കെ നമ്മൾ വായിക്കുമ്പോൾ നമുക്കൊരു കാര്യം അറിയാം, ഇതൊന്നും ഈ ലോകത്ത് സംഭവിക്കുന്ന കാര്യമല്ല. അതിൻ്റെ ഒരു രസത്തിന് വേണ്ടി നമ്മളതൊക്കെ വായിക്കുമെന്നുള്ളതല്ലാതെ നമ്മളൊരിക്കലും അതൊന്നും ഈ ലോകത്ത് നടക്കാൻ പോകുന്ന ഒരു കാര്യമായി കാണുന്നില്ല. ഒരുപക്ഷെ കുട്ടിക്കാലത്ത് ചിലപ്പോൾ ഇങ്ങനെയൊക്കെ സംഭവിക്കുമായിരിക്കും എന്നൊക്കെ കുഞ്ഞുങ്ങൾ വിചാരിക്കുമായിരിക്കാം. പക്ഷേ ഇപ്പോഴും വലിയവരും ഇതുപോലുള്ള ഫിക്ഷൻസ് വളരെ ആർത്തിയോടെ വായിക്കുന്ന ഒരു കാലഘട്ടമാണ്. അവരതിനെ ആസ്വദിക്കുന്നൊരു കാലഘട്ടമാണ്. എന്നാൽ ഇത് ആസ്വദിക്കുന്ന ഒരാൾ പോലും വിശ്വസിക്കുന്നില്ല ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന്. പക്ഷേ ബൈബിൾ അത്തരമൊരു കഥയല്ല, ഒരു ഫിക്ഷനല്ല എന്ന് നമുക്ക് മനസ്സിലാകുന്നത് നമ്മളുടെ വിശ്വാസ ജീവിതത്തിൽ ഇവർക്ക് സംഭവിച്ചതെല്ലാം നമുക്കും അവകാശമായി അനുഭവപ്പെടുമ്പോഴാണ്. അങ്ങനെ അനുഭവപ്പെടുന്ന ഒരവസ്ഥയിലേക്ക് കടന്നു വരുവാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ എന്നതാണ് നമ്മളുടെ ഇന്നത്തെ ചിന്താവിഷയം. പ്രിയമുള്ളവരെ, ഇതിനു വേണ്ടി നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ഇന്ന് ഈ ലോകത്തിൽ നമ്മൾ കാണുന്നത് എല്ലാ വ്യക്തികളും വാക്കുകളാൽ നയിക്കപ്പെടുന്നവരാണ്. വളരെ ഉദാഹരണം ഞാൻ പറഞ്ഞു തരാം. ഒരു കൊച്ചു കുട്ടിയുടെ ജീവിതത്തിൽ നമ്മൾ ചോദിക്കുകയാണ്, സ്കൂളിൽ പഠിക്കുന്നു, ഹൈസ്കൂളാകട്ടെ, നിനക്ക് എന്തായി തീരണമെന്ന് ചോദിച്ചാൽ അവൻ എന്തെങ്കിലുമൊക്കെ മറുപടി പറയും. ഈ മറുപടിയുടെ പിന്നിൽ ആരുടെയൊക്കെയോ വാക്കുകളുണ്ട്. അതാണ് അതിൻ്റെ സത്യം. ഒന്നുകിൽ ഏതെങ്കിലും ഒരു പ്രൊഫഷനെ ഉയർത്തിക്കാണിച്ച ഒരു പുസ്തകത്തിൻ്റെയോ അല്ലെങ്കിൽ ഒരു വീഡിയോയിലെയോ അതിൻ്റെ തിരക്കഥ എഴുതിയ വ്യക്തിയുടെയോ വാക്കുകൾ, അതുമല്ലെങ്കിൽ അവൻ്റെ അപ്പനോ അമ്മയോ പറഞ്ഞ വാക്കുകൾ, അതുമല്ലെങ്കിൽ അവൻ്റെ സുഹൃത്തുക്കൾ പറഞ്ഞ വാക്കുകൾ, അവന് വീരകഥയായി അല്ലെങ്കിൽ ആവേശം തോന്നുന്ന രീതിയിൽ ആരോ ഒരു കാര്യത്തെ പ്രസൻറ്റ് ചെയ്തു,
ആ പ്രസന്റ് ചെയ്ത വാക്കുകൾ അവൻ്റെ ഹൃദയത്തിൻ്റെ ഉള്ളിലേക്ക് വന്നു. അപ്പോഴാണ് അവൻ തീരുമാനിക്കുന്നത് ഇതുപോലെ ആയിത്തീരണം. പ്രിയമുള്ളവരെ, നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ചിലരൊക്കെ വലിയ വീട് വയ്ക്കുന്നത് കാണുമ്പോൾ ഒരുപാട് ആളുകൾ പറയും, ഈ മനുഷ്യനൊരു വലിയ വീട് വെച്ചു, എന്ത് കൊള്ളാം, എന്ത് സുഖം, എന്ത് രസം, ഈ വ്യക്തി എത്രയോ സമ്പന്നൻ, അതിന് ഒത്തിരി സ്ഥലം വാങ്ങിച്ചു, എത്രയോ സമ്പന്നൻ. ഇതൊക്കെ പറയുന്നത് കേട്ട് വളരുന്ന ഒരാൾ അയാളുടെ മനസ്സിൽ കുറിക്കുകയാണ്, അതെ, വീട് വെക്കണം, വലിയ വീട് വെക്കണം, വലിയ സ്ഥലങ്ങൾ വാങ്ങിക്കണം. കാരണം എന്താണ്? അവരുടെ വാക്കുകളാണ് ഇയാളെ സ്വാധീനിക്കുന്നത്. ഇവൻ വളർന്നു വരുമ്പോൾ ഇതാണ് വലിയ കാര്യമെന്ന് അവൻ്റെ ചുറ്റിലുമുള്ള ആളുകൾ പറയുന്നത് അവൻ ഗ്രഹിക്കുകയാണ്. അതായത് മനുഷ്യരുടെ വാക്കുകൾ അഥവാ മനുഷ്യരിലൂടെ നമ്മളിലേക്ക് കടന്നു വരുന്ന വാക്കുകൾ നമ്മൾ വിശ്വസിക്കാൻ തുടങ്ങുന്നിടത്താണ് നമ്മളുടെ ജീവിതം എങ്ങോട്ട് പോകണമെന്ന തീരുമാനം പോലും നമ്മൾ എടുക്കാൻ തുടങ്ങുന്നത്. എന്തായി തീരണമെന്നുള്ള തീരുമാനം നമ്മൾ എടുക്കാൻ തുടങ്ങുന്നത്. നമ്മൾ എന്തും പറഞ്ഞു കേൾക്കുമ്പോൾ വിശ്വസിക്കുന്ന നമ്മുടെ അമ്മച്ചിയോ അപ്പച്ചനോ നമ്മളോട് പറയുന്നു, പണമില്ലെങ്കിൽ പിണം. ഇത് കേൾക്കുന്നൊരു വ്യക്തി ചെറുപ്പം മുതലേ സ്വയം അത് പറയാൻ തുടങ്ങുന്നു, പണമില്ലെങ്കിൽ പിണം. പിന്നീട് അവൻ്റെ ജീവിതം മുഴുവൻ ഈ വാക്കിനെ വിശ്വസിച്ചതിൻ്റെ ഫലമായിട്ടുള്ള ക്രമീകരണങ്ങളാണ്, പണമുണ്ടാക്കുവാനുള്ള അവൻ്റെ ഓട്ടമാണ്. എന്നാൽ വേറൊരു വ്യക്തി വിശുദ്ധ ജീവിതം നയിക്കുവാൻ കാരണം ആ വ്യക്തി ചെറുപ്പത്തിൽ കേൾക്കുകയാണ്, വിശുദ്ധ ജീവിതമാണ് ഏറ്റവും നല്ലത്, ദൈവത്തെ പ്രീതിപ്പെടുത്തുന്നതാണ് ഏറ്റവും നല്ലത്. അത് വിശ്വസനീയമായ രീതിയിൽ ആ വാക്ക് കേൾക്കുകയും അത് കേട്ട സമയത്ത് ഈ കുട്ടി അത് സ്വീകരിക്കുകയും ചെയ്യുന്ന നാൾ മുതൽ ആ വാക്കുകൾക്കനുസരിച്ച് തൻ്റെ ജീവിതം ക്രമപ്പെടുത്താൻ തുടങ്ങും. ഒന്ന് ചിന്തിച്ചു നോക്കൂ, നമ്മൾ ഈ ലോകത്ത് മറ്റു മനുഷ്യർ നമ്മളുടെ മുൻപിലേക്ക് കാര്യങ്ങൾ പ്രസന്റ് ചെയ്ത രീതിയാണ് നമ്മളുടെ ജീവിതത്തെ ക്രമീകരിക്കുവാൻ നമ്മളെ പ്രചോദിപ്പിച്ചത്. അതുകൊണ്ട് തന്നെ വാക്കുകൾ കേട്ടാണ് നമ്മളുടെ ജീവിതം ക്രമപ്പെടുത്തുന്നത് എന്ന് പറഞ്ഞാൽ, മറ്റുള്ളവരുടെ വാക്കുകൾ കൊണ്ടാണ് നമ്മളുടെ ജീവിതം നമ്മൾ ക്രമപ്പെടുത്തുന്നത് എന്ന് പറഞ്ഞാൽ അതൊരിക്കലും നമുക്ക് പോലും നിഷേധിക്കാൻ പറ്റത്തില്ല. ഒരു നിമിഷം ഒന്ന് ഇരുന്ന് നോക്കിയാൽ മതി, എന്തുകൊണ്ടാണ് ഞാനിപ്പോൾ ഇങ്ങനെ ജീവിക്കുന്നതെന്ന് നോക്കിയാൽ, കഴിഞ്ഞ കാലഘട്ടത്തിലേക്ക് പരിശോധിച്ചാൽ ആ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ നമ്മളോട് ആളുകൾ പറഞ്ഞ വാക്കുകളുടെ സ്വാധീനം എന്തായിരുന്നുവെന്ന് നമുക്ക് വെറുതെ ഊഹിച്ചെടുക്കുവാനായിട്ട് സാധിക്കും, വെറുതെ മനസ്സിലാക്കിയെടുക്കുവാനായിട്ട് സാധിക്കും. പ്രിയമുള്ളവരെ, എനിക്ക് നിങ്ങളോട് പറയുവാനുള്ള ഒരു കാര്യം, ഞാൻ എന്നോട് തന്നെ പറയുന്ന കാര്യം, എൻ്റെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകേണ്ട ചാലകശക്തി മറ്റു മനുഷ്യർ എന്നോട് പറയുന്ന വെറും വാക്കുകളാകരുത്, അഥവാ അവരുടെ കാഴ്ചപ്പാടിൽ നിന്നുള്ള വാക്കുകളാകരുത്. ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, നമ്മളുടെ കൂട്ടത്തിൽ ഒരു വ്യക്തി കടന്നു വരികയാണ്, നമുക്ക് പോകേണ്ട ഒരു സ്ഥലത്തേക്ക് എങ്ങനെയാണ് പോകേണ്ടതെന്ന് ഈ വ്യക്തിക്ക് ഒരു ഗ്രാഹ്യവുമില്ല. ആ വ്യക്തി നമ്മളോട് പറയുകയാണ്, ഇങ്ങനെയൊക്കെ പോയാൽ അവിടെ എത്തും. എന്നാൽ നമ്മൾ തിരിച്ചറിയുകയാണ്, ഈ വ്യക്തിക്ക് ആ വഴിയെക്കുറിച്ചൊരു ഗ്രാഹ്യവുമില്ല. എന്നാൽ വർഷങ്ങളായി വഴിയിലൂടെ യാത്ര ചെയ്ത മറ്റൊരാൾ, ആ വഴി ഉണ്ടാക്കിയ കാലം തൊട്ട് അതിൽ പോലും ഭാഗവാക്കായിരുന്ന മറ്റൊരാൾ നമ്മളുടെ അടുക്കൽ വരികയും പരിചയപ്പെടുകയും ചെയ്യുമ്പോൾ ആ വ്യക്തി നമ്മളോട് പറയുകയാണ്, നിങ്ങൾക്ക് എളുപ്പ വഴി ഇതാണ്, ഇങ്ങനെ പോയാൽ രക്ഷപ്പെടാൻ പറ്റുമെന്ന് പറഞ്ഞാൽ നമ്മൾ അയാളെ കൂടുതൽ ട്രസ്റ്റ് ചെയ്യും. അതല്ലേ സത്യം? അങ്ങനെ തന്നെയാണ്. അങ്ങനെയെങ്കിൽ ഈ പ്രപഞ്ചം മുഴുവൻ സൃഷ്ടിച്ച, ഭാവി കാണുവാൻ സാധിക്കുന്ന ഈ ലോകത്തിൽ നമുക്ക് എന്തൊക്കെ സാധ്യതകളുണ്ടെന്ന് വ്യക്തമായി മുകളിൽ നിന്ന് നോക്കി അറിയുവാൻ പറ്റുന്ന നമ്മളുടെ ദൈവത്തിൻ്റെ വാക്കുകൾ നമ്മളോട് ദൈവം സംസാരിക്കുന്നുണ്ടെങ്കിൽ അതറിയാതിരിക്കുന്നതാണ് നമ്മുടെ ഏറ്റവും വലിയ മണ്ടത്തരം. കാരണം അതറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എളുപ്പത്തിൽ വളരെ സുരക്ഷിതമായ രീതിയിൽ മുന്നോട്ട് നീങ്ങുവാനായിട്ട് സാധിക്കും. അപ്പോൾ എങ്ങനെയാണ് ഈ ദൈവത്തിൻ്റെ വാക്കുകൾ അറിയാൻ സാധിക്കുക? നമ്മൾ ശ്രദ്ധിക്കണം, അബ്രഹാം തൻ്റെ ജീവിതത്തിൽ ദൈവം പറഞ്ഞു കേട്ട വാക്കുകൾ വളരെ കുറച്ചേ ഉള്ളൂ. ഉദാഹരണം പറഞ്ഞാൽ, അബ്രഹാമിൻ്റെ ബൈബിൾ നമ്മൾ ഉണ്ടാക്കിയാൽ ആ ബൈബിളിന് പേജ് കുറവായിരിക്കും. ഇസഹാക്കിൻ്റെ ബൈബിൾ നമ്മൾ ഉണ്ടാക്കിയാൽ ഇസഹാക്കിന് അറിയാമായിരുന്ന ദൈവവചനങ്ങൾ ചേർത്ത്, ദൈവത്തിൻ്റെ വാക്കുകൾ ചേർത്തൊരു ബൈബിൾ നമ്മൾ ഉണ്ടാക്കിയാൽ ആ ബൈബിളിലെ പേജിൽ ഇത്തിരി കാണും. യാക്കോബിൻ്റെ ബൈബിൾ നമ്മൾ ഉണ്ടാക്കിയാൽ യാക്കോബിന് അറിയാവുന്ന ദൈവവചനങ്ങളും ദൈവത്തിൻ്റെ പ്രോമിസുകളും കൂട്ടിച്ചേർത്തൊരു പുസ്തകം നമ്മൾ ഉണ്ടാക്കി, ഇതാണ് യാക്കോബ് അറിയാമായിരുന്ന ദൈവവചനം എന്ന് പറഞ്ഞൊരു പുസ്തകം ഉണ്ടാക്കിയാൽ അതിന് ഇത്തിരി കൂടെ വലുപ്പം കാണും. എന്നാൽ നമ്മളുടെ കയ്യിൽ കിട്ടിയിരിക്കുന്ന ദൈവവചനത്തിൽ എത്രയോ വലിയ വലിയ ദൈവിക വെളിപ്പെടുത്തലുകളുണ്ട്. അപ്പോൾ അബ്രഹാമിനേക്കാൾ കൂടുതൽ വിജയകരമായൊരു ജീവിതം നയിക്കുവാൻ കഴിയേണ്ടത് യഥാർത്ഥത്തിൽ നമുക്കല്ലേ? ഒരു ചെറിയ ഒരു കാറ്റലോഗ് കിട്ടുന്ന ഒരു വ്യക്തിയും ഒരു വസ്തുവിനെക്കുറിച്ചോ ഒരു പ്രദേശത്തെക്കുറിച്ചോ ഒരു ചെറിയ മാർഗനിർദ്ദേശം പ്രിന്റ് ചെയ്ത് കിട്ടിയ ഒരു വ്യക്തിയും അതിൻ്റെ വിശദമായ സകല മാർഗനിർദ്ദേശങ്ങളും പ്രിന്റ് ചെയ്ത വ്യക്തിയും തമ്മിൽ ഒരുമിച്ച് യാത്ര ചെയ്താൽ ഇതിൽ ആർക്കായിരിക്കും ഏറ്റവും കൂടുതൽ അവഗാഹമായ വിജയത്തെക്കുറിച്ചുള്ള ബോധ്യമുണ്ടാവുക? പ്രിയമുള്ളവരെ, ഏറ്റവും കൂടുതൽ കാര്യങ്ങൾ വിവരിക്കപ്പെട്ടവർക്കല്ലേ? അബ്രഹാമിനേക്കാൾ കൂടുതൽ ഈ ലോകത്തിലെ ദൈവിക രഹസ്യങ്ങൾ വെളിപ്പെട്ട് കിട്ടിയിരിക്കുന്നത് നമുക്കാണെന്ന് പറയേണ്ടി വന്നാൽ, നമുക്കാണത് കൂടുതൽ മനസ്സിലാക്കാൻ പറ്റിയിരിക്കുന്നത് പറയേണ്ടി വന്നാൽ, ഈ കാലഘട്ടത്തിലെ സഭയുടെ മുഴുവൻ ചരിത്രവും നമുക്കറിയാമെന്നിരിക്കവേ ഈ ലോകത്തിൽ ദൈവം ഇടപെട്ടതും സംസാരിച്ചതും
ആവശ്യമായ സകല കാര്യങ്ങളും നമ്മുടെ മുൻപിൽ അബ്രഹാമിന് അറിയാമായിരുന്നതിനേക്കാൾ കൂടുതൽ, അബ്രഹാം അനുഭവിച്ചിരുന്നതിനേക്കാൾ കൂടുതൽ നിരത്തി വെച്ചിരിക്കുന്നു എന്ന് നമുക്കറിയാമായിരിക്കെ സത്യത്തിൽ ആർക്കാണ് ഏറ്റവും കൂടുതൽ ജീവിതത്തിൽ വിജയവും ദൈവാനുഭവവും ഉണ്ടാകുവാൻ സാധ്യത? നമുക്കല്ലേ? എന്നിട്ട് എന്തുകൊണ്ട് നമുക്ക് അബ്രഹാമിനേക്കാൾ, ഇസഹാക്കിനേക്കാൾ, യാക്കോബിനേക്കാൾ അല്ലെങ്കിൽ ജോസഫിനേക്കാൾ വലിയ ഒരു ദൈവകൃപ അനുഭവിക്കുവാൻ പറ്റുന്നില്ല? ഒരുപക്ഷെ നമുക്കറിയാം, പത്രോസിനോ അല്ലെങ്കിൽ പൗലോസിനോ യേശുവിന് ശേഷം ഇങ്ങോട്ട് വിശുദ്ധരായി ജീവിച്ച സകലർക്കും അറിയാമായിരുന്ന വെളിപ്പെടുത്തപ്പെട്ടിരുന്ന ദൈവിക രഹസ്യങ്ങൾ ഒരുപക്ഷെ പൂർവ്വപിതാക്കന്മാർക്ക് അറിയാവുന്നതിനേക്കാൾ വളരെ കൂടുതൽ, അനുഭവിച്ചറിഞ്ഞതിനേക്കാൾ വളരെ കൂടുതലായിരുന്നിരിക്കണ്ടേ? അതെ, തീർച്ചയായിട്ടും അത് അങ്ങനെ തന്നെയാണ്. അപ്പോൾ നമുക്കെന്തുകൊണ്ട് ഇത്രയും മനോഹരമായ വിവരങ്ങൾ കൈവശമുണ്ടായിരുന്നിട്ടും ഈ ദൈവത്തെ അനുഭവിക്കുവാൻ സാധിക്കുന്നില്ല? അതിന് വേണ്ട കാര്യങ്ങൾ നമ്മൾ ചെയ്യാത്തത് കൊണ്ട് തന്നെയാണ്. എന്താണ് ഏറ്റവും പ്രധാനപ്പെട്ടത്? ഒന്നാമത്, നമ്മളുടെ കയ്യിൽ ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന വചനം നമ്മൾ എത്രമാത്രം ശ്രദ്ധയോടെ വായിക്കുന്നു എന്നത് വളരെ പ്രസക്തമാണ്. ഒരിക്കൽ ഒരു സ്ത്രീക്ക്, നമ്മളുടെ ഈ ടെസ്റ്റുകളോ ടെലിഫോണുകളോ ഇത്രയും പ്രചാരത്തിലില്ലാതിരുന്നൊരു കാലത്ത്, ഒരു സ്ത്രീക്ക് ഭർത്താവ് ഗൾഫിൽ നിന്ന് നിരന്തരം കത്തുകൾ അയക്കുമായിരുന്നു. ഒരു ദിവസം ഒരു പ്രാങ്കിന് വേണ്ടി ഈ ഭർത്താവിൻ്റെ വീട്ടുകാർ, ഭർത്താവിൻ്റെ കൈയെഴുത്ത് നന്നായി വശമുള്ളവർ, ഭർത്താവിൻ്റെ കൈയെഴുത്ത് വെച്ചിട്ട് ഭർത്താവാണെന്ന് കരുതി ഒരു കള്ള എഴുത്തുണ്ടാക്കി ആ സ്ത്രീയുടെ പക്കൽ എത്തിച്ചു. എന്നാൽ ആ എഴുത്ത് ആ സ്ത്രീ സ്വീകരിച്ചില്ല. അപ്പോൾ എല്ലാവരും അതിശയിക്കുകയാണ്. അവർ ചോദിച്ചു, എന്തുകൊണ്ടാണ് നീ ഈ എഴുത്തിലെ കാര്യങ്ങൾ സ്വീകരിക്കാതിരുന്നത്? അപ്പോൾ ഈ ഭാര്യ മറുപടി പറഞ്ഞത് ഇങ്ങനെയാണ്: എൻ്റെ ചേട്ടൻ എനിക്ക് വർഷങ്ങളായി ഗൾഫിൽ നിന്ന് അയക്കുന്ന മുഴുവൻ കത്തുകളും ഞാൻ പലതവണ വായിച്ചിട്ടുള്ള ആളാണ്. അദ്ദേഹം ഒരു കാര്യത്തിൽ എങ്ങനെ സംസാരിക്കുമെന്നും ഒരു കാര്യം എങ്ങനെ എന്നോട് പറയുമെന്നും എനിക്ക് നന്നായിട്ടറിയാം. അതുകൊണ്ട് മറ്റൊരു വാചകം കണ്ടാൽ അത് അദ്ദേഹത്തിൻ്റെതല്ലെന്ന് തിരിച്ചറിയുവാൻ എനിക്ക് സാധിക്കും എന്ന് വളരെ ആത്മവിശ്വാസത്തോടെ ഭാര്യ മറുപടി പറഞ്ഞു എന്നാണ് പറയുന്നത്. അതായത് ദൈവം നമ്മളോട് സംസാരിച്ച നിരവധി കാര്യങ്ങൾ, ദൈവത്തിൻ്റെ നിരവധി അഭിപ്രായങ്ങൾ എഴുതപ്പെട്ട പുസ്തകമാണ് ബൈബിൾ. ഈ ബൈബിൾ നമ്മൾ നിരന്തരം വായിക്കുമ്പോൾ ദൈവം എങ്ങനെയാണ് സംസാരിക്കുന്നതെന്ന് നമുക്ക് വെളിപ്പെട്ടു തുടങ്ങും. ദൈവം എങ്ങനെയാണ് ഓരോ കാര്യത്തിലും ചിന്തിക്കുന്നതെന്നും അഭിപ്രായം പറയുന്നതെന്നും നമുക്ക് മനസ്സിലായി തുടങ്ങും. ദൈവത്തിൻ്റെ ശക്തി പ്രകടമാകുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് മനസ്സിലായി തുടങ്ങും. അപ്പോൾ ദൈവവചനത്തെ നമ്മൾ ആദരിക്കുന്നതനുസരിച്ച് ദൈവഹിതം അറിയുവാനുള്ള നമ്മളുടെ കഴിവ് വർദ്ധിക്കും. അതാണ് 2 തിമോത്തി 3:16 ഇപ്രകാരം പറയുന്നത്: വിശുദ്ധ ലിഖിതങ്ങളെല്ലാം ദൈവനിവേശിതമാണ്. അവ പ്രബോധനത്തിനും ശാസനത്തിനും തെറ്റുതിരുത്തലിനും നീതിയിലുള്ള പരിശീലനത്തിനും ഉപകരിക്കുന്നു. ഇതുവഴി ദൈവഭക്തനായ മനുഷ്യൻ പൂർണ്ണത കൈവരിക്കുകയും എല്ലാ നല്ല പ്രവൃത്തികളും ചെയ്യുന്നതിന് പര്യാപ്തനാവുകയും ചെയ്യുന്നു. അബ്രഹാമിനെ പോലെ, ഇസഹാക്കിനെ പോലെ, യാക്കോബിനെ പോലെ. പ്രിയമുള്ളവരെ, ഇത് ദൈവവചനത്തിൻ്റെ ഒരു ശക്തിയാണ്. ദൈവവചനത്തെ ആദരിക്കുകയും നിരന്തരം വായിക്കുകയും ചെയ്യുന്നയാൾക്ക് ദൈവത്തിൻ്റെ ഹിതം ഇതുപോലെ വെളിപ്പെടാൻ, അറിയാൻ സാധിക്കും. മറ്റൊരു കാര്യമാണ് പ്രസാദവരം. നിങ്ങളൊന്ന് കുമ്പസാരിച്ചതിന് ശേഷം അനുഭവിക്കുന്ന ഹൃദയത്തിൻ്റെ ശാന്തതയൊന്ന് അറിഞ്ഞു നോക്കിക്കേ. പെട്ടെന്ന് നിങ്ങളൊരു പാപം ചെയ്യുകയാണ്. ചെയ്തു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? നമ്മുടെ ഉള്ളിൽ നമുക്കറിയാം, കർത്താവിൻ്റെ സാന്നിധ്യം നമുക്ക് പോകുന്ന ഒരു ഇരുട്ട് വ്യാപിക്കുന്നത് അറിയുവാൻ സാധിക്കും. ഒരുപക്ഷെ എന്നെ കേൾക്കുന്ന എല്ലാ കത്തോലിക്കർക്കും അറിയാവുന്നൊരു അനുഭവമാണിത്. കർത്താവിൻ്റെ പ്രസാദപരം നമ്മളെ വിട്ടുമാറുന്നത് നമുക്കറിയാൻ സാധിക്കും. ഈ പ്രസാദപരം വിട്ടുമാറുന്നത് വളരെ വ്യക്തമായി നമ്മൾ സൂക്ഷിച്ച് നിരീക്ഷിക്കാൻ തുടങ്ങിയാൽ, ദൈവത്തിന് ഹിതമല്ലാത്ത കാര്യങ്ങളിലേക്ക് നമ്മൾ ഇടപെടുമ്പോഴൊക്കെ ദൈവം നമ്മളുടെ ഉള്ളിൽ ഇമോഷണലായി പ്രതികരിക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് വളരെ എളുപ്പം മനസ്സിലാക്കുവാൻ സാധിക്കും. കർത്താവിന് ഹിതമല്ലാത്തത് ചെയ്യാൻ തുടങ്ങുമ്പോൾ തന്നെ കർത്താവ് നമ്മുടെ ഉള്ളിൽ പ്രതികരിക്കുന്നത് നമുക്ക് അറിയുവാൻ സാധിക്കും. ഇത് വലിയ ആത്മീയ അനുഭവമാണ്. പ്രിയമുള്ളവർ, ഇതൊക്കെ ശ്രദ്ധിക്കുവാൻ നമ്മൾ തുടങ്ങുമ്പോൾ തൊട്ടാണ് നമ്മൾ കർത്താവിൻ്റെ ഹിതം, അത് ദൈവത്തിന് ഇഷ്ടപ്പെടുന്നില്ല എന്ന് കാണുമ്പോൾ അവിടെ നിന്ന് മാറുക. അപ്പോൾ കർത്താവിൻ്റെ ഒരു സന്തോഷം നമുക്ക് അറിയുവാൻ സാധിക്കും. മറ്റൊന്ന് പറയട്ടെ, നമ്മൾ കർത്താവിന് ഇഷ്ടമുള്ളൊരു കാര്യം ചെയ്യുന്ന സമയത്ത് ഒരു കാരണവുമില്ലാതെ നമ്മുടെ ഉള്ളിൽ ഒരു സന്തോഷം വരുന്നത് കാണുന്നുണ്ടെങ്കിൽ അത് ദൈവത്തിൻ്റെ സന്തോഷം നമ്മുടെ ഉള്ളിൽ പകരപ്പെടുന്നതാണ്. നിങ്ങളൊരു സാധാരണ ഒരു വളരെ വയ്യാത്തൊരു വ്യക്തിയെ ശുശ്രൂഷ ചെയ്ത് നോക്കൂ, അല്ലെങ്കിൽ ഒരു പാവപ്പെട്ട ഒരാളെ കുളിപ്പിച്ച് നോക്കൂ, രോഗിയെ ശുശ്രൂഷിച്ച് നോക്കൂ. ഈ സമയത്ത് നിങ്ങളുടെ ഉള്ളിൽ ഒരു ആനന്ദം, നമ്മളുടേതല്ലാത്തൊരു ആനന്ദം നിറയുന്നത് കാണുന്നില്ലേ? അത് ദൈവം നമ്മളുടെ ഉള്ളിൽ ആനന്ദിക്കുന്നതിൻ്റെ അനുഭവമാണ്. പ്രിയമുള്ളവർ, ഇതുപോലെ കർത്താവിൻ്റെ ഇമോഷൻസ്, കർത്താവ് നമ്മുടെ ഉള്ളിൽ കർത്താവിൻ്റെ ഹിതം വെളിപ്പെടുത്തുന്ന ചില രീതികളുണ്ട്. ഇത് കർത്താവിൽ ജീവിക്കുന്നവർക്ക് അറിയാവുന്നൊരു കാര്യമാണ്. ഇങ്ങനെ നമുക്ക് കർത്താവിൻ്റെ ഹിതം തിരിച്ചറിയുവാനായിട്ട് സാധിക്കും. നമ്മൾ വീണ്ടും, ഞാനൊരു വളരെ
വ്യക്തമായ ഒരു കാര്യം പറയുകയാണ്. നമ്മുടെ ജീവിതത്തിൽ പ്രതിസന്ധികളോ തീരുമാനങ്ങൾ എടുക്കേണ്ട അവസ്ഥകളോ ഉണ്ടാകുന്ന സമയത്തെല്ലാം നമ്മൾ ഒരുപാട് പ്രാർത്ഥിച്ച് വേണം തീരുമാനങ്ങൾ എടുക്കാൻ. പ്രിയമുള്ളവരെ, എപ്പോഴും ഓർമ്മിക്കണം, സ്വന്തം ബുദ്ധിയിൽ ആശ്രയിക്കരുത്. ഭാര്യയും ഭർത്താവും കുടുംബവും ഒരുമിച്ച് വന്നിട്ട് കുടുംബ പ്രാർത്ഥന കഴിയുമ്പോൾ, ദൈവമേ ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു വിഷയമുണ്ട്, ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടതെന്ന് അങ്ങയോട് ചോദിക്കുന്നു എന്നൊന്ന് പറഞ്ഞു നോക്കിക്കേ. ഞാൻ ഓർക്കുകയാണ്, ഒരു വികാരിയച്ഛനായ ഒരു വൈദികനായ ഒരു സുഹൃത്തിനെ കാണുവാൻ വേണ്ടി ഞാൻ പോയപ്പോൾ അദ്ദേഹത്തിൻ്റെ 3 ദിവസത്തെ ഫാസ്റ്റിങ്ങിലാണ്. കാര്യം ഞാൻ ചോദിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ കീഴിലുള്ള ഒരു മതാധ്യാപകനെ അദ്ദേഹത്തിന് സസ്പെൻഡ് ചെയ്യണം. ഈ തീരുമാനം എൻ്റെ ഇമോഷനിൽ നിന്ന് ആവരുത്, കർത്താവിൻ്റെ ഹിതമാണെ മാത്രമേ നടക്കാവൂ എന്നറിയാൻ വേണ്ടി അദ്ദേഹം 3 ദിവസം ഫാസ്റ്റ് ചെയ്ത് പ്രാർത്ഥിക്കുക. അദ്ദേഹം ദൈവത്തോട് പറയുകയാണ്, ദൈവമേ എൻ്റെ ഹിതമല്ല നടക്കേണ്ടത്, നിൻ്റെ ഹിതമാണ്, അതുകൊണ്ട് ഞാൻ പ്രാർത്ഥിച്ചൊരു തീരുമാനമെടുക്കുന്നു. നിങ്ങൾ ഏത് കാര്യത്തിലും, വീട് മൂവ് ചെയ്യുന്നതിലോ ജോലി മാറുന്നതിലോ ഏത് കാര്യത്തിലാണെങ്കിലും ഇതുപോലൊരു പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിൽ ഈ കാര്യം ഉണർത്തിച്ചിട്ട്, കർത്താവെ നിൻ്റെ തീരുമാനം നീ ഞങ്ങളുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരണമെന്നൊന്ന് പറഞ്ഞു നോക്കിക്കേ. അങ്ങനെയാണെങ്കിൽ ദൈവം നമ്മളോട് സംസാരിക്കുന്നത്, ഹിതം വെളിപ്പെടുത്തുന്നത് നമുക്ക് അറിയാൻ സാധിക്കും. അങ്ങനെ പ്രാർത്ഥിക്കുന്നവർക്ക് ദൈവഹിതമല്ലാതെ ചെയ്യാൻ പറ്റുകയില്ല എന്നൊരവസ്ഥയിലേക്ക് കർത്താവ് കാര്യങ്ങൾ കൊണ്ടുവരുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. പ്രിയമുള്ളവരെ, ഇതാണ് ഏറ്റവും വലിയൊരു പ്രാർത്ഥന. ഇത് യേശുവിൻ്റെ പ്രാർത്ഥനയാണ്. കർത്താവ് പറഞ്ഞില്ലേ, എൻ്റെ ഹിതമല്ല നിൻ്റെ ഹിതം നടക്കട്ടെ. അങ്ങനെ പറഞ്ഞിട്ട് പറയണം, ഞാൻ നിൻ്റെ ഹിതമല്ലാതെ എന്തെങ്കിലും ചെയ്താൽ കർത്താവെ നീ അതിനെ എതിർക്കണമേ, അതിന് തടസ്സമുണ്ടാക്കണമേ, കർത്താവിനെ അനുവദിക്കുക. അപ്പോൾ കർത്താവ് ഇടപെടുന്നത് കാണാം. ഇങ്ങനെ ദൈവത്തിന് പൂർണ്ണമായി വിട്ടുകൊടുത്തുകൊണ്ട് കർത്താവിനെ കൂടെ നിർത്തി നോക്കുമ്പോൾ കർത്താവ് നമ്മളുടെ കൂടെ നടക്കുന്നത് തീർച്ചയായിട്ടും നമുക്ക് അനുഭവിക്കുവാൻ സാധിക്കും. പ്രിയമുള്ളവരെ, പല സന്ദർഭങ്ങളിലും നമുക്ക് മനുഷ്യരിലൂടെയും ദൈവഹിതം അറിയാൻ സാധിക്കും. നമ്മുടെ അധികാരികളിലൂടെ നമ്മളിങ്ങനെ ദൈവഹിതം ആലോചിച്ച് പ്രാർത്ഥിക്കുന്ന സമയത്ത്, ദൈവത്തോട് ചോദിക്കുന്ന സമയത്ത്, ചിലപ്പോൾ അധികാരികളിലൂടെ, ചിലപ്പോൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത വ്യക്തികളിലൂടെ വളരെ കൃത്യമായ ഉത്തരം ദൈവം നൽകുന്നത് കാണുവാൻ സാധിക്കും. ഞാൻ ചില സന്ദർഭങ്ങളിലൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ട്, എനിക്ക് ക്രിട്ടിക്കലായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കാൻ പറ്റാതെ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് ദൈവത്തോട് ചോദിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ട്രെയിനിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ വെറുതെ വീണ് കിട്ടുന്ന പത്രക്കടലാസുകളിൽ ഞാൻ അന്വേഷിച്ച കാര്യത്തിൻ്റെ ഉത്തരം ഞാൻ കണ്ട് ഞെട്ടിപ്പോയിട്ടുണ്ട്. പ്രിയമുള്ളവരെ, കർത്താവ് അത് അവിടെ കൊണ്ട് എനിക്ക് വേണ്ടി ഇട്ടതാണെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. കർത്താവ് നമ്മളോട് ഏതെങ്കിലും ഒരു വിധത്തിൽ സംസാരിക്കും. വളരെ ഡീറ്റെയിൽഡായിട്ട് പറയേണ്ട കാര്യങ്ങൾ കർത്താവ് അങ്ങനെ എന്നോട് പറഞ്ഞത് എനിക്ക് അനുഭവപ്പെട്ടിട്ടുണ്ട്. ഞാൻ ചോദിച്ചതിൻ്റെ കൃത്യമായ ഉത്തരം മറ്റാരോ എഴുതി വെച്ചൊരു കടലാസ് കഷ്ണം എൻ്റെ അടുക്കൽ കൊണ്ടുവന്ന് ദൈവം എന്നോട് സംസാരിച്ചു. ഇതുപോലെ ദൈവത്തോട് ആലോചന ചോദിക്കുവാൻ ഒരാൾ തീരുമാനം എടുത്തു തുടങ്ങിയാൽ അയാളുടെ ജീവിതത്തിൽ വളരെ വ്യക്തവും ശക്തവുമായ രീതിയിൽ കർത്താവ് ഇടപെടും. ഏറ്റവും അവസാനം മാത്രം നമ്മൾ എടുക്കേണ്ട ഒരു രീതിയാണ് വളരെ വരദാനങ്ങളിലുള്ള നമ്മളുടെ ആശ്രയം. മറ്റ് മനുഷ്യരുടെ അടുത്ത് പോയി ദൈവഹിതം അന്വേഷിക്കുക എന്ന് പറയുന്നൊരു രീതി സഭയിലും നമ്മൾ അങ്ങനെ അധികം പ്രോത്സാഹിപ്പിക്കുന്നില്ല. ഞാൻ അത് ചെയ്തോട്ടെ, ഇത് ചെയ്തോട്ടെ. അതിനേക്കാൾ ഉപരി ദൈവത്തോടുള്ള വ്യക്തിപരമായ ജീവിതത്തിൽ, നമ്മളുടെ ജീവിതത്തിൽ കർത്താവ് നമ്മളുടെ അടുത്ത് ഇടപെട്ട്, കർത്താവ് ലൗകികമായ മാർഗങ്ങൾ ഉപയോഗിച്ച് തന്നെ നമ്മളുടെ ജീവിതത്തിൽ ക്രമീകരണങ്ങൾ നടത്താൻ അനുവദിക്കുന്നതാണ് യഥാർത്ഥത്തിലുള്ള ദൈവഹിതം അന്വേഷിക്കൽ. പ്രിയമുള്ളവരെ, എന്നാലും അവസാനം നമുക്ക് അന്വേഷിക്കാവുന്നൊരു മാർഗമാണ് സ്വർഗീയ വരദാനങ്ങൾ. അതായത് കർത്താവ് ദർശനങ്ങളിലൂടെയോ പ്രവചനങ്ങളിലൂടെയോ ഒക്കെ നമ്മളോട് സംസാരിക്കുവാൻ ഇടവരും. എൻ്റെ ജീവിതത്തിൽ ഞാൻ പറയുന്നൊരു അനുഭവം പറയാം. മറ്റൊരാളുടെ അടുത്ത് പോയി ചോദിക്കുന്നത് അത്ര പ്രോത്സാഹനജനകമല്ല. പക്ഷേ ഞാൻ ഒരു കാര്യം പറയാം, ദൈവത്തിന് നിങ്ങളോട് അങ്ങനെ സംസാരിക്കണമെന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ വരദാന പ്രാപ്തനായ ഒരു വ്യക്തിയെ നിങ്ങളുടെ അടുക്കൽ അത്ഭുതകരമായി കൊണ്ടുവരാൻ ദൈവത്തിന് സാധിക്കും. നിങ്ങൾ അങ്ങോട്ട് അന്വേഷിച്ച് നടക്കുകയല്ല. നിങ്ങൾ കർത്താവുമായി എത്രമാത്രം ബന്ധത്തിലുള്ള വ്യക്തിയാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ വ്യക്തിപരമായി കർത്താവ് ഇടപെടുന്നത് നിങ്ങൾ കാണും. നമ്മൾ ദൈവഹിതം അന്വേഷിച്ച് മറ്റു പല ദൈവത്തിൽ വിശ്വാസമില്ലാത്ത ആളുകളെ പോലെ, അല്ലെങ്കിൽ യേശുവിനെ അറിഞ്ഞുകൂടാത്തവർ വിശേഷങ്ങൾ അറിയാൻ ഓടി നടക്കുന്നത് പോലെ ലോകം മുഴുവൻ ഓടി നടന്ന് ഞാൻ എന്താണ് ചെയ്യേണ്ടതെന്ന് അന്വേഷിക്കുകയല്ല. നമ്മൾ മുട്ടുകുത്തി പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ കർത്താവ് നമ്മളുടെ അടുക്കൽ വന്ന് വെളിപ്പെടുത്തുന്ന അത്ഭുതകരമായ ഒരു സവിശേഷത കാണണമെന്നുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ ഹിതം അന്വേഷിക്കുന്ന ഒരു സ്വഭാവം നമ്മൾ ഇന്നു മുതൽ പരിശീലിക്കാൻ തുടങ്ങണം. പ്രിയമുള്ളവരെ, ഇതിനേറ്റവും പ്രധാനപ്പെട്ടത് ദൈവവചനത്തിൻ്റെ ആഴമായ പഠനവും പ്രാർത്ഥിക്കുവാനുള്ള സന്നദ്ധതയുമാണ്. അതേസമയം ദൈവത്തെ അറിഞ്ഞുകൂടാത്ത മനുഷ്യർ പ്രവർത്തിക്കുന്നത് പോലെ, ക്രിസ്തുവിനെ അറിഞ്ഞുകൂടാത്ത മനുഷ്യർ പ്രവർത്തിക്കുന്നത് പോലെ തൻ്റെ ഹിതം അറിയുവാൻ വേണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടക്കുന്ന ഒരു പക്വതയില്ലാത്ത വ്യക്തിത്വം കാണിക്കുകയും ചെയ്യരുത്. പകരം എൻ്റെ വീട്ടിൽ കർത്താവ് ജീവിക്കുന്നുണ്ടെന്നും അവൻ എൻ്റെ കൂടെ ഇടപെടുന്നുണ്ടെന്നും അവൻ എന്നെ നയിക്കുമെന്നും ആവശ്യമെങ്കിൽ
വരപ്രാപ്തരിലൂടെ അവൻ എന്നോട് സംസാരിക്കുമെന്നുമൊക്കെ പറയുന്ന ഒരു കരിസ്മാറ്റിക് ആധ്യാത്മികത വളരെ നല്ലത് തന്നെയാണ്. ഒരുപക്ഷെ ദൈവഹിതം അറിയുവാൻ നമ്മൾ ഏറ്റവും കൂടുതൽ സഹായിക്കുന്ന ഒരു പ്രാർത്ഥനയാണ് ജപമാല. അനേകം ജപമാലകൾ ആ വിഷയത്തെ സമർപ്പിച്ച് നിങ്ങൾ പ്രാർത്ഥിച്ചു നോക്കൂ. ദൈവഹിതം വെളിപ്പെടുത്തുവാൻ വേണ്ടി നിങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിച്ചു നോക്കൂ. ദൈവം ഇടപെടുന്നത് കാണുവാൻ സാധിക്കും. വിഷയത്തിൻ്റെ തീവ്രതയനുസരിച്ച് ഫാസ്റ്റ് ചെയ്യാം, പ്രാർത്ഥിക്കാം, കുടുംബമായി ഒരുമിച്ചിരുന്ന് ദൈവസന്നിധിയിൽ സ്തുതിക്കാം, ആരാധിക്കാം. ദൈവം ഇടപെടുക തന്നെ ചെയ്യും. ഇങ്ങനെ ദൈവത്തിൻ്റെ ഇടപെടലുകൾക്കനുസരിച്ച് ക്രമീകരിക്കപ്പെടുന്ന ഒരു ജീവിതമാകട്ടെ നമ്മുടെ ക്രിസ്തീയ ജീവിതം. എല്ലായിടത്തും ആത്മീയമായി നമ്മളെ നയിക്കുവാനുള്ള അധികാരമുള്ള വ്യക്തികളുടെ സ്വരം പലപ്പോഴും ദൈവത്തിൻ്റെ സ്വരം, എപ്പോഴും ദൈവത്തിൻ്റെ സ്വരം തന്നെയാണെന്ന് നമുക്ക് തിരിച്ചറിയുവാനും സാധിക്കും. അങ്ങനെ കർത്താവുമായിട്ട് ഒരുമിച്ചുള്ളൊരു ജീവിതം കുടുംബജീവിതത്തിൽ പോലും നമുക്ക് കാണുവാൻ സാധിക്കും, ഇടപെടുവാൻ സാധിക്കും. ഭർത്താവിൻ്റെ സ്വരം ഭാര്യ തിരിച്ചറിയണം, ഇത് കർത്താവിൻ്റെ ഒരു സ്വരമാണ് വരുന്നത്. ഭാര്യയുടെ ഒരു റിക്വസ്റ്റ് ഭർത്താവ് തിരിച്ചറിയണം, കർത്താവാണ് ഒരുപക്ഷെ സംസാരിക്കുന്നത്. ഒന്ന് ശാന്തമായിട്ട് ഇത് ദൈവമാണോ ചോദിക്കുന്നതെന്ന് അറിയുവാൻ ഒരു പ്രാർത്ഥന. ഞാൻ പിടിച്ച മുയലിന് കൊമ്പെന്ന് പറയാതെ പെട്ടെന്ന് ജീവിത പങ്കാളി ഒരു കാര്യം എതിർത്ത് പറയുമ്പോൾ ശാന്തമായിട്ട് ഇത് കർത്താവിൻ്റെ ഹിതം അങ്ങനെ ആയിരിക്കുമോ എന്ന് അറിയുവാനുള്ള, മക്കളൊരു കാര്യം പോയിന്റ് ഔട്ട് ചെയ്യുമ്പോൾ ഇത് കർത്താവിൻ്റെ ഹിതം അങ്ങനെ ആയിരിക്കുമോ എന്ന് അറിയുവാൻ വേണ്ടി അപ്പോൾ ഒന്ന് കാമായി എല്ലാവരും കൂടെ ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കുന്ന എന്ത് മനോഹരമായ ജീവിതമാണത്. നമുക്ക് അത്തരമൊരു ജീവിതം, ക്രിസ്തീയ കുടുംബജീവിതം, അതിലേക്ക് കടന്നു വരാം. കർത്താവിനോടൊപ്പമുള്ള വ്യക്തി ജീവിതം, അതിലേക്ക് കടന്നു വരാം. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവെ, ഞങ്ങൾ ആരാധിക്കുന്നത് ജീവിക്കുന്ന ഒരു ദൈവത്തെയാണ്. ഞങ്ങളുടെ ജീവിതത്തിൽ എന്താണ് ചെയ്യേണ്ടതെന്ന് വ്യക്തിപരമായി വെളിപ്പെടുത്തുന്ന ഒരു ദൈവത്തെയാണ് ഞങ്ങൾ വിശ്വസിക്കുകയാണ്. നീ ഞങ്ങളുടെ ജീവിതത്തിൽ ഇടപെടും, ഞങ്ങളെ നയിക്കും. നാഥ, ഇപ്പോൾ തന്നെ ഞങ്ങളുടെ ജീവിതത്തെ പൂർണ്ണമായി അങ്ങയുടെ നിയന്ത്രണത്തിന് സമർപ്പിക്കുന്നു. യഥാകാലം അങ്ങയുടെ മാർഗനിർദ്ദേശങ്ങൾ നൽകി ഞങ്ങളെ നയിക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ.